ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യേണ്ട പരമപ്രധാനമായ സംഗതി. മനസ്സ് പരിശുദ്ധമായാൽ ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും സുന്ദരമായും എല്ലാം സുഖകരമായും തോന്നും. മനസ്സ് വികലമായാൽ എല്ലാം വികലമായി നമുക്കനുഭവമാകും. അന്ധക്കരണം ശീതളമായാൽ ഈ പ്രപഞ്ചം മുഴുവൻ ശീതളമായി നമുക്കനുഭവമാകും. അന്ധക്കരണം തപിക്കുന്നതാണെങ്കിൽ ലോകം മുഴുവൻ തപിക്കുന്നതായും നമുക്ക് അനുഭവമാകും. യത് ഭാവോ തദ്ഭവതി. എങ്ങനെയാണോ നമ്മൾ ഭാവിക്കുന്നത് അപ്രകാരമായി ഭവിക്കും ഈ പ്രപഞ്ചത്തിലെ സർവവും. അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ എങ്ങനെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത് എന്ന് കാണിക്കുകയാണ്. സ്വന്തം നിഴലിനോട് പോലും മൃഗം ക്രോധിച്ചലറി കുതിക്കും. ഘോരകാന്താരമായി മാറും മനസ്സിനെ കാടറുത്താരാമമാക്കൂ. സ്വന്തം നിഴലിനോട് പോലും തൻ്റെ നിഴൽ കണ്ട്, ഒരു നായയോ പൂച്ചയോ ആണെങ്കിൽ തൻ്റെ നിഴൽ കണ്ട് അത് മറ്റൊരു ശത്രുവാണെന്ന് കരുതി അതിൻ്റെ നേരെ ചാടിക്കുരയ്ക്കും. ഒരിക്കൽ ഒരു ബാർബർ ഷാപ്പിൽ ഒരു നായ കയറി. ബാർബർ ഷാപ്പിൻ്റെ 4 ഭാഗത്തും കണ്ണാടിയാണ്. അപ്പോൾ നായ ആ കസേരയിൽ കയറി ഇരുന്നപ്പോൾ നേരെ നോക്കിയപ്പോൾ ഒരു നായയെ കണ്ടു. നായയെ കണ്ടപ്പോൾ നായ കുരച്ചു. മറ്റൊരു നായയെ കണ്ടാൽ ഒരു നായ കുരയ്ക്കുകയല്ലേ ചെയ്യുക. ഈ കസേരയിലിരിക്കുന്ന നായ കുരച്ചപ്പോൾ മറ്റേ നായയും കുരച്ചു. ശക്തിയായി കുരച്ചു, അതിലും ശക്തിയായി ഇങ്ങോട്ട് കുരച്ചു. അപ്പോൾ ആ നായ പിന്തിരിഞ്ഞ് ഓടാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അവിടെ മറ്റൊരു നായ അതിനെ കണ്ടും കുരച്ചു. അപ്പോൾ അത് ഇങ്ങോട്ടും കുരച്ചു. 4 ഭാഗത്തേക്കും തിരിഞ്ഞു നോക്കിയ നായ തൻ്റെ ചുറ്റിലും ശത്രുക്കൾ നിരന്നിരിക്കുന്നതായി കണ്ടു. ഇനി എതിർത്തിട്ട് പ്രയോജനമില്ല, ഞാൻ ഒരാളേ ഉള്ളൂ, എൻ്റെ ചുറ്റിലും അനേക നായ്ക്കൾ കൂടിയിരിക്കുന്നു. ഉടനെ വാലും തട്ട് ഭയത്തോടുകൂടി പരിഭ്രമിച്ച് ആ നായ ഓടി പുറത്തേക്ക് പോയി എന്നാണ്. ഭയപരിഭ്രമങ്ങൾ ഉണ്ടാക്കിയത് തൻ്റെ നിഴൽ കണ്ട് താൻ തന്നെ ഭയപ്പെട്ടത് കൊണ്ടാണ്. അത് തൻ്റെ ശത്രുവാണെന്ന് തെറ്റിദ്ധരിച്ചു. നിഴലാണെന്ന സത്യം മറക്കുകയും ചെയ്തു. ഇതാണ് ഒരു മൃഗത്തിൻ്റെ സ്വഭാവം. എന്നാൽ മനുഷ്യനാണ് ആ ബാർബർ ഷാപ്പിൽ കയറുന്നതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? തൻ്റെ മുഖം ആ കണ്ണാടിയിൽ ഭംഗിയായി കാണുമ്പോൾ തൻ്റെ പോരായ്മകൾ എന്തോ അത് നികത്താനാണ് ആ കണ്ണാടിയെ ഉപയോഗിക്കുന്നത്. തൻ്റെ പിൻഭാഗം തനിക്ക് കാണാൻ കഴിയില്ല. പിൻഭാഗത്ത് വെച്ചിരിക്കുന്ന കണ്ണാടിയിൽ കൂടി മുൻഭാഗത്ത് പ്രതിഫലിച്ച് പിൻഭാഗത്തെ പോരായ്മകളെ ദർശിക്കാൻ സാധിക്കുന്നു. ഇതൊക്കെ വിവേകശാലിയായ ഒരു മനുഷ്യന് മാത്രമേ അറിയുകയുള്ളൂ. എന്നാൽ ഒരു മൃഗമാവട്ടെ ഇതൊന്നും അറിയാതെ തൻ്റെ ചുറ്റിലും ശത്രുക്കളാണെന്ന് ഭയപ്പെട്ട് അത് പരിഭ്രമത്തോടും ഭയത്തോടും കൂടി ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത് എന്നാണ്. അതാണ് സ്വന്തം നിഴലോട് പോലും മൃഗം ക്രോധിച്ചലറി കുതിക്കും. തൻ്റെ നിഴലിനെ പോലും മറ്റൊരു ശത്രുവാണെന്ന് കരുതി അതിന് നേരെ ദേഷ്യം ക്രോധിച്ച് അലറി കുതിക്കും. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ മനസ്സും അപ്രകാരമാണെങ്കിൽ അത് ഏതുപോലെയാണ് എന്നാണ് പറയുന്നത്. ഘോരകാന്താരമായി മാറും മനസ്സിനെ. ഇപ്രകാരത്തിലുള്ള ഒരു മൃഗത്തെപ്പോലെയുള്ള മനസ്സാണ് നമുക്കുള്ളതെങ്കിൽ ഘോരകാന്താരമായി മാറും മനസ്സിനെ. അങ്ങനെയുള്ള വ്യക്തികളുടെ, ഈ നായയെപ്പോലെയുള്ള സ്വഭാവമുള്ള മനുഷ്യരുടെ മനസ്സ് കാന്താരം, അല്ലാതെ കാടിനെ പോലെയായിരിക്കും. കാട്ടിൽ ക്രൂര മൃഗങ്ങളാണ്. അതുകൊണ്ട് നാം ഈ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ മനസ്സിനെ ആരാമമാക്കൂ. ആരാമം എന്നാൽ പൂന്തോപ്പ്.
അത്യന്തം മനോഹരമായ ഒരു പൂന്തോട്ടമാക്കി മാറ്റിയാൽ അതിലൂടെ ചുറ്റിലും നടന്ന് നമുക്ക് ആ പുഷ്പങ്ങളെയും പൂമ്പാറ്റകളെയും കണ്ട് ആസ്വദിക്കാൻ സാധിക്കും. ആ പൂന്തോപ്പിലൂടെ കുറച്ച് സമയം നാം നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലും ആ സുഗന്ധം അല്പമെങ്കിലും പതിക്കും. നമ്മുടെ ഡ്രസ്സുകളൊക്കെ വാസനിച്ച് നോക്കുമ്പോൾ ആ പുഷ്പങ്ങളുടെ സുഗന്ധം അല്പം നമ്മളിലേക്ക് പകർന്നതായിട്ട് അനുഭവപ്പെടും. ഏതിനോടാണോ നാം സംഘം പുലർത്തുന്നത് അതിൻ്റെ സ്വഭാവം നമ്മളിലും പ്രകടമാവും. അതാണ് ഇവിടെ പറയുന്നത്. സ്വന്തം നിഴലോട് പോലും മൃഗം ക്രോധിച്ചലറി കുതിക്കും. ഘോര കാന്താരമായി മാറും മനസ്സിനെ കാടറുത്താരാമമാക്കൂ. ആ വലിയ കാടായി മാറിയിരിക്കുന്ന നമ്മുടെ മനസ്സിനെ ആ കാടുകളൊക്കെ വെട്ടിത്തെറിയിച്ച് കാടുകളൊക്കെ പോയി കഴിഞ്ഞാൽ ക്രൂരമൃഗങ്ങളൊന്നും പിന്നെ അവിടെ നിലനിൽക്കുകയില്ല. അവയും അപ്രത്യക്ഷമാക്കും. അപ്പോൾ നമുക്ക് ആ സ്ഥലം, ആ ക്രൂരമൃഗങ്ങൾ വിഹരിച്ചു കൊണ്ടിരുന്ന ആ സ്ഥലം ഒരാരാമമാക്കി മാറ്റാം. ആരാമമെന്നാൽ സുഗന്ധമായ പുഷ്പങ്ങളും ചെടികളും വളർന്നു നിൽക്കുന്ന അത്യന്തം പുൽമൈതാനത്തോടുകൂടി ഇരിക്കുന്ന അത്യന്തം മനോഹരമായ ഒരു പൂന്തോപ്പായി നമ്മുടെ മനസ്സിനെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അപ്രകാരം സാധിക്കുമ്പോൾ മാത്രമേ നാം കൃതകൃത്യരാകൂ, നാം കൃതാർത്ഥരാകൂ, നമ്മുടെ ജീവിതം ധന്യമായി തീരുകയുള്ളൂ. അങ്ങനെ സന്തോഷത്തോടുകൂടി ഇരിക്കുന്ന ഒരു മനസ്സിൽ എപ്പോഴും സന്തോഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിനാൽ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കേണ്ടതും മൃഗീയതയിൽ നിന്ന് അതിനെ മാനവത്വത്തിലേക്ക് ഉയർത്തേണ്ടതും മാനവത്വത്തിൽ നിന്നും ദൈവത്വത്തിലേക്കും ദൈവത്വത്തിൽ നിന്നും ഈശ്വരത്വത്തിലേക്കും ഉയർത്തേണ്ടത് നാം തന്നെയാണ്. അതിന് കഴിവോടുകൂടിയാണ് മാനവരെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ മനുഷ്യജന്മം സഫലമാക്കി തീർക്കുക എന്നതാണ് നമ്മുടെയൊക്കെ ജന്മ ദൗത്യം. സ്വന്തം നിഴലോട് പോലും മൃഗം ക്രോധിച്ചലറി കുതിക്കും. ഘോരകാന്താരമായി മാറും മനസ്സിനെ കാടരുത്താരാമമാക്കൂ.